ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു ലബനീസ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഡ്രിങ്ക് സാധാരണ അറബികളൊക്കെ വിൻ്റർ സീസണിൽ നല്ല ചൂടോട് കൂടി കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇത് സാധാരണ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും. ആ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 150 ഗ്രാമിൻ്റെ പൗഡറാണുള്ളത്. ഇത് ഞാനിപ്പോൾ ഒരു 4 കപ്പ് പാലിൽ കലക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ 150 ഗ്രാം പൗഡറൊക്കെ ആണെങ്കിൽ ഒരു 4 കപ്പ് പാലൊക്കെ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് കലക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ 4 കപ്പ് പാലിൽ നിന്ന് കുറച്ചൊരു പാലെടുത്തിട്ട് ഞാൻ ആദ്യം ഈ പൊടി നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ മൊത്തം 4 കപ്പ് പാലിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് കലക്കി കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പാലിലെടുത്തിട്ട് ഇത് കട്ടയില്ലാണ്ട് നമുക്ക് കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ കോൺഫ്ലോർ മിക്സൊക്കെ നമ്മൾ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുമ്പോൾ കുറച്ച് പാലിലെ വെള്ളത്തിലൊക്കെ കലക്കിയെടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് പാലിൽ ഈ പൗഡർ മുഴുവൻ ഒന്ന് കലക്കിയെടുക്കുക. അതേപോലെ തന്നെ ഞാനിതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിയിരുന്ന പൊടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ വാങ്ങുന്ന ബ്രാൻഡ് ചിലപ്പോൾ ഷുഗർ ചേർക്കാത്തതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റിൻ്റെ ഇൻസ്ട്രക്ഷനുമേൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ വാങ്ങിയ ബ്രാൻഡ് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട, ആവശ്യത്തിന് മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പൊടി മാത്രം കലക്കിയെടുക്കുന്നുള്ള, പഞ്ചസാര ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായി കലക്കിയെടുത്ത പൊടി ആ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 4 കപ്പ് പാലും 150 ഗ്രാം പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ സാധാരണ കുറുക്കുകളൊക്കെ തയ്യാറാക്കണ പോലെ തന്നെ നല്ലപോലെ പാല് തിളയ്ക്കുന്ന വല്ലതും തോന്ന് കുറുക്കിയെടുക്കുക. പാല് തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പൊടി ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇത് പൊടി എത്ര ഉണ്ട് അതിനനുസരിച്ച് വേണം പാലെടുക്കാനായിട്ട്. ഇത് ഒരുപാട് കട്ടിയിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി കുടിക്കുന്നതല്ല. അപ്പോൾ അധികം കട്ടില്ലാത്ത രീതിയിൽ കുറുക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് പൊടിക്കനുസരിച്ച് വേണം നമ്മൾ പാലെടുക്കാനായിട്ട്. ഇനി നമ്മളിത് കുറുകി വരുന്ന ഇതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മൂടിയിൽ തന്നെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1 ടീസ്പൂൺ റോസ് വാട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറുകി വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ബ്ലോസം വാട്ടറാണ്. അപ്പോൾ ഓറഞ്ച് ബ്ലോസം വാട്ടറും ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്, റോസ് വാട്ടറും ബ്ലോസം വാട്ടറും. ഇനി ഇത് ഇപ്പോൾ പാലിപ്പോൾ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാനുള്ള പാകത്തിനുള്ള കുറുകിയെടുക്കാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്ന പോലെ അത്ര കട്ടിക്ക് കുറുക്കിയെടുക്കാൻ പാടില്ല. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സെർവിങ് ബൗളിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. സാധാരണ നമ്മൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കുറച്ച് കോക്കനട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പിസ്തയും അതേപോലെ തന്നെ സിനമൺ പൗഡറാണ് കേട്ടോ. അപ്പോൾ പിസ്ത കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സിനമൺ പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ സിനമൺ പൗഡറും ഈ പിസ്തയും കോക്കനട്ടും കൂടിയൊക്കെ ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ റോസ് വാട്ടറും ബ്ലോസം വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും